നമസ്കാരം. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒമർ നബിയുടെ സഹായി കൂടി കസ്റ്റഡിയിലായതോടെ കേസിൽ ഒരു മേജർ ബ്രേക്ക് ത്രൂ ഉണ്ടായി എന്നാണ് NIA വ്യക്തമാക്കുന്നത്. ഒമർ നബി ചാവേറാണെന്ന് കൂടി സ്ഥിരീകരിക്കുകയാണ് NIA. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായി നൽകുന്ന ഔദ്യോഗിക സ്ഥിരീകരണമാണിത്. ഒമറിന്റെ സഹായി അമീർ റഷീദ് അലിയെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ ആസൂത്രകരിലേക്കും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളിലേക്കും അന്വേഷണം എത്തുകയാണ്. സ്ഫോടനത്തിനു വേണ്ടി കാർ വാങ്ങാനാണ് അമീർ റഷീദ് അലി ഡൽഹിയിലെത്തിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 73 പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ ആളുകളെ തിരിച്ചറിയുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനുമായുള്ള നടപടികളാണ് നടക്കുന്നതെന്നും NIA വ്യക്തമാക്കുകയാണ്. സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സമ്മർദ്ദത്തിൽ പൊലിഞ്ഞോ? കണ്ണൂർ പയ്യന്നൂരിൽ BLO ജീവനൊടുക്കി. കുന്നൂരു UP സ്കൂളിലെ പിയൂൺ അനീഷ് ജോർജാണ് തൂങ്ങി മരിച്ചത്. SIR ജോലിയുടെ സമ്മർദ്ദമാണ് മരണകാരണമെന്ന് കുടുംബം. BLOമാർ നാളെ സംസ്ഥാന വ്യാപകമായി ജോലി ബഹിഷ്കരിക്കും. ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷനെതിരെ CPM-ഉം കോൺഗ്രസും. മരണത്തിലും തീരാതെ തിരുവനന്തപുരം BJP പ്രവർത്തകനായിരുന്ന ആനന്ദ് K. തമ്പിയുടെ ആത്മഹത്യ. സീറ്റ് നിഷേധിച്ചതിലുള്ള മനോവിഷമത്തിലെന്ന് FIR. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ആത്മഹത്യാക്കുറിപ്പിലെ മണ്ണ് മാഫിയ സംഘവുമായി നേതാക്കൾക്കുള്ള ബന്ധവും അന്വേഷിക്കും. ഫോൺ സംഭാഷണം പുറത്ത്. ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂടെ? അതിന് ഞാൻ ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ലേ നിന്ന് എന്റെ പണം, ശരീരം, എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ലേ? ആനന്ദ് ഇപ്പോൾ ശിവസേനയിലെന്നും മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും BJP. നെടുമങ്ങാട് നഗരസഭയിലേക്ക് സീറ്റ് ലഭിക്കാത്തതിൽ BJP പ്രവർത്തകയുടെ ആത്മഹത്യാശ്രമം. അന്വേഷണം വേരുകളിലേക്ക്. ചെങ്കോട്ട സ്ഫോടനത്തിൽ ചാവേർ ഒമർ നബിയുടെ സഹായി അമീർ റഷീദ് അലി പിടിയിൽ. പൊട്ടിത്തെറിച്ച കാറിന്റെ ഉടമയാണ് അമീർ റഷീദ് അലി. ഒരു വനിതാ ഡോക്ടറും കസ്റ്റഡിയിൽ. ഒമർ നബി ബോംബ് നിർമ്മാണ വിദഗ്ധനെന്ന് കസ്റ്റഡിയിലുള്ള ഭീകരരുടെ മൊഴി. ബോംബ് പരീക്ഷണത്തിന് സ്വന്തമായി ലാബ് ഉണ്ടാക്കി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 6 സംസ്ഥാനങ്ങളിൽ NIA പരിശോധന. ശരണമുഖരിതമായി ശബരിപാതകൾ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കം. ശബരിമല നട തുറന്നു. പുതിയ മേൽശാന്തിമാർ സ്ഥാനമേറ്റു. ദർശനത്തിനുള്ള ഓൺലൈൻ ബുക്കിംഗ് പ്രതിദിനം 70,000 പേർക്ക്. സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് SIT സംഘം ശബരിമലയിൽ. ദേവരഥ സംഗമത്തിന്റെ പുണ്യമേറ്റുവാങ്ങി കൽപ്പാത്തി അഗ്രഹാരവീഥികൾ. പാളയത്തിലെ പട. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾക്ക് ഭീഷണിയായി വിമതശല്യം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉള്ളൂർ വാർഡിൽ CPM-ന് വിമതൻ. ലോക്കൽ കമ്മിറ്റി അംഗവും ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫുമായ K. ശ്രീകണ്ഠൻ മത്സരിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിൽ കടകംപള്ളി സുരേന്ദ്രന് വ്യക്തി താൽപര്യമെന്ന് ശ്രീകണ്ഠൻ. കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള 22 അംഗ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി BJP. വൈറസ് ഭീതിയിൽ. എത്യോപ്യയുടെ തെക്കൻ മേഖലയിൽ മാരകമായ മാർബർഗ് വൈറസ് ബാധ. രോഗം മനുഷ്യരിൽ സ്ഥിരീകരിച്ചെന്ന് ആഫ്രിക്കൻ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ. 88% വരെ മരണനിരക്കുള്ള വൈറസിന്റെ ഉറവിടം വവ്വാലുകൾ. അതീവ ജാഗ്രത വേണമെന്ന് ലോകാരോഗ്യ സംഘടന. ഭരിക്കാൻ ടീം. ബീഹാറിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ തുടരുന്നു. BJPക്ക് 2 ഉപമുഖ്യമന്ത്രിമാരടക്കം 15 മന്ത്രിമാരെന്ന് സൂചന. ലോക് ജനശക്തി പാർട്ടിക്ക് 3 മന്ത്രിമാർ. ഹിന്ദുസ്ഥാനി അവാമി മോർച്ച, രാഷ്ട്രീയ ലോക് മോർച്ച എന്നിവർക്ക് ഓരോ മന്ത്രിസ്ഥാനം വീതം. സ്പിന്നിൽ വീണ്. കൊൽക്കത്ത ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി. ദക്ഷിണാഫ്രിക്കയുടെ ജയം 30 റൺസിന്. 124 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 93-ന് പുറത്ത്. ഇന്ത്യൻ മണ്ണിൽ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ജയിക്കുന്നത് 15 വർഷത്തിനു ശേഷം. ഒട്ടുമില്ല വിനോദം.
ആലപ്പുഴയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടി. പുന്നമടയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്നത് പരിമിതികളും അപകടങ്ങളും. സ്റ്റോറി ഓഫ് ദ ഡേ, കൊട്ടിപ്പാട്ടിന്റെ വഴിയെ അവരും. കടുത്ത സമ്മർദ്ദം ഒരാളുടെ ജീവനെടുത്തു. അതാണ് പയ്യന്നൂർ ഏറ്റുകുടുക്കയിലെ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. ഇത് മാത്രമാണ് മരണകാരണമെന്ന് അനീഷിന്റെ കുടുംബവും പറയുകയാണ്. SIR-മായി ബന്ധപ്പെട്ടുള്ള കടുത്ത ജോലി സമ്മർദ്ദം അനീഷിനെ തളർത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ട്. അനീഷ് ജോർജിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പയ്യന്നൂർ ഏറ്റുകുടുക്കയിൽ BLO ആയ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ SIR ജോലി സമ്മർദ്ദമെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെ 11ഓടെയാണ് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് അനീഷിനെ വീട്ടുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ജോലിഭാരം ഇരട്ടിച്ചതോടെ അനീഷ് കുറച്ചു ദിവസങ്ങളായി സമ്മർദ്ദത്തിലായിരുന്നത്രേ. കുന്നരു UP സ്കൂൾ പിയൂണായ അനീഷ് ജോർജിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. SIR ഫോം വിതരണം അനീഷിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 30ഓളം ഫോം ബാക്കിയുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പയ്യന്നൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണവും തുടങ്ങി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ സമ്മർദ്ദമാണോ അനീഷിന്റെ മരണത്തിന് കാരണമെന്നും അന്വേഷിക്കുന്നുണ്ട്. BLOയുടെ ആത്മഹത്യയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. ആത്മഹത്യയുടെ കാരണം ജോലി സമ്മർദ്ദമാണെന്ന ആരോപണം ശക്തമായതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇടപെട്ടത്. പോലീസ് അന്വേഷണം നടക്കട്ടെയെന്നും ജോലി സമ്മർദ്ദമുണ്ടെന്ന് കമ്മീഷന് ഇതുവരെ പരാതിയൊന്നും കിട്ടിയിട്ടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. ജോലി സമ്മർദ്ദം ഉണ്ടാകേണ്ട കാര്യമില്ലെന്നും 31 ദിവസം BLOമാർക്ക് വേറെ ജോലിയൊന്നും നൽകിയിട്ടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂട്ടിച്ചേർത്തു. ടീം വർക്ക് എന്ന നിലയിലാണ് ജോലികൾ നടക്കുന്നതെന്നും രത്തൻ ഖേൽക്കർ. BLO അനീഷിന് തൊഴിൽ സമ്മർദ്ദം ഉണ്ടാകേണ്ട കാര്യമില്ലെന്നാണ് കളക്ടറും വ്യക്തമാക്കുന്നത്. അമൃത ന്യൂസ്, കണ്ണൂർ. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങളാണ് ഇന്ന് വന്നത്. കോൺഗ്രസിന്റെ പ്രതികരണമാണ് ഏറ്റവും കൂടുതൽ വന്നത്. ഒപ്പം ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെയും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം കാരണമുണ്ടായ രക്തസാക്ഷിയാണ് അനീഷ് ജോർജ് എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചത്. കണ്ണൂരിലെ BLOയുടെ ആത്മഹത്യ ഗൗരവമായി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കുമോ എന്നുള്ളത് ഒരു ഭയപ്പാടായി മാറുകയാണ് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തി അപ്രായോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാം തട്ടിക്കൂട്ടുകയാണെന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇത് അമിതമായ ജോലിയാണോ BLOമാർക്ക് കൊടുക്കുന്നതെന്ന് പരിശോധിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരുമാണ്. സർക്കാരിന്റെ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊരു ഒറ്റപ്പെട്ട കേസായി പരിഗണിക്കാതെ ഗൗരവതരമായ അന്വേഷണം. ഒരു കാര്യം സത്യമാണ്, എല്ലാ BLOമാർക്കും അമിതമായ ജോലിഭാരം ഉണ്ട്. നമ്മുടെ മൗലിക അവകാശമല്ലേ? എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത്? സമ്മർദ്ദം ചെലുത്തി കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ തട്ടിക്കൂട്ടൽ അപ്രായോഗികമാണെന്ന് രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് കേൾക്കണ്ടേ? ഉദ്യോഗസ്ഥന്മാർ ഇത് ജനാധിപത്യമാണോ? ഇതൊരു തരം ഏകാധിപത്യ പ്രവണതയാണ്. കൂട്ടത്തിലൊരാളുടെ ജീവൻ വെടിഞ്ഞപ്പോൾ മറ്റുള്ളവർ പ്രതിഷേധിക്കുകയാണ്. BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് മറ്റുള്ളവർ. നാളെ സംസ്ഥാന വ്യാപകമായി BLOമാർ ജോലി ബഹിഷ്കരിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് ജോലിയും ചെയ്യേണ്ടി വരുന്നത് കൂടുതൽ മാനസിക സംഘർഷം ഉണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും തീരുമാനപ്രകാരമാണ് ജോലി ബഹിഷ്കരിക്കുന്നത്. ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്കും സംസ്ഥാനത്തെ എല്ലാ ജില്ലാ വരണാധികാരികളുടെ ഓഫീസുകളിലേക്കും നാളെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് തിരുവനന്തപുരത്ത് സീറ്റ് നിഷേധിച്ചതിന്റെ പേരിൽ ഒരു ആത്മഹത്യയുണ്ടായത്. BJP RSS നേതൃത്വത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ആനന്ദ് K. തമ്പി ആത്മഹത്യ ചെയ്തത്. ഇപ്പോൾ നിർണായക ഫോൺ സംഭാഷണം ആനന്ദിന്റെ പുറത്തു വന്നിട്ടുണ്ട്. പലയിടത്തു നിന്നും സമ്മർദ്ദമുണ്ട് എന്ന് സുഹൃത്തിനോട് പറയുന്ന സംഭാഷണമാണ് പുറത്തു വന്നിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നിഷേധിച്ചതിന്റെ മനോവിഷമത്തിലാണ് ആനന്ദ് ജീവൻ ഒടുക്കിയതെന്ന് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 16-ാം വയസ്സ് മുതൽ RSSന്റെയും BJPയുടെയും സജീവ പ്രവർത്തകനായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് ലഭിച്ചില്ല. എത്ര കൊമ്പന്മാർ എതിരെ വന്നാലും
പോരാടുമെന്നും ആനന്ദ് പറയുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്. ഞാൻ രണ്ടും കൽപ്പിച്ചു എന്നോടെ മത്സരിക്കാൻ തീരുമാനിച്ചു. എല്ലാ ഭാഗത്തുനിന്നുണ്ട്. ചുമതലയുള്ള ചിലവന്മാര് അവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇത്രമാത്രം അങ്ങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവന്മാർ അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂലേ. ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. ഞാൻ എന്റെ അപ്പുറമായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. എത്ര കൊമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. ആനന്ദ് തമ്പിയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സഹോദരിയുടെ ഭർത്താവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പൂജപ്പുര പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. ആനന്ദിന് മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. സ്ഥാനാർത്ഥിയായി പരിഗണിച്ച ശേഷം പാർട്ടി തഴഞ്ഞതിന്റെ മനോവിഷമത്തിലായിരുന്നു ആനന്ദ് എന്ന് ബന്ധു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നവരുടെ മൊഴി വൈകാതെ അന്വേഷണ സംഘം ശേഖരിക്കുമെന്നാണ് വിവരം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം BJPയുടെ സംസ്ഥാന നേതൃത്വം ആനന്ദിന്റെ അവകാശവാദങ്ങളൊക്കെ തള്ളുകയാണ്. ആനന്ദ് ഒരു കാലത്തും BJP പ്രവർത്തകനായിരുന്നില്ല എന്നാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ പ്രവർത്തിച്ച ആളാണ് ആനന്ദെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതേസമയം ആനന്ദിന്റെ ആത്മഹത്യയിൽ BJPയെ രൂക്ഷമായി വിമർശിച്ച് CPM-ഉം കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. BJPയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന് V. ശിവൻകുട്ടി പറഞ്ഞപ്പോൾ BJPയിൽ കൂട്ടാത്മഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് K. മുരളീധരൻ പറഞ്ഞത്. ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പി ഒരു കാലത്തും BJP പ്രവർത്തകനായിരുന്നില്ല എന്നാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത്. തെരഞ്ഞെടുപ്പിന് ശുപാർശ ചെയ്ത പാനലിൽ ആ വ്യക്തിയുടെ പേരുണ്ടായിരുന്നില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ആനന്ദ് പിന്നീട് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ ചേർന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല. മണ്ഡലം ലെവലിൽ നിന്ന് ആ പാനലിൽ വന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. ഇദ്ദേഹം പിന്നെ ശിവസേന ജോയിൻ ചെയ്തു. ഉദ്ധവ് താക്കറെ ശിവസേനയിൽ എൻ്റെ ഭാഗമായിരുന്നു, അവിടെ ജോയിൻ ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പ്രോസസ്സിൽ ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന് വിടില്ല, അതൊന്ന് നോക്കണം എന്ന് ഞാൻ കൃത്യമായൊരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുക്കുന്നതെല്ലാം ഞാൻ കാണുന്നത് ഒരു നാണക്കേടാണ്, ഒരു ട്രാജഡിയാണ്. ഇത്തരം സംഭവങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിക്കുന്ന നീചമായ നീക്കം ഉപേക്ഷിക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ആവശ്യപ്പെട്ടു. ദൗർഭാഗ്യകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിനായിട്ട് ദുരുപയോഗം ചെയ്യുന്ന നീചമായ സമീപനങ്ങൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും നേതാക്കന്മാരും അവസാനിപ്പിക്കണമെന്നാണ് BJPക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ആനന്ദ് ഒരു കാലഘട്ടത്തിലും BJPയുടെ പ്രവർത്തകനായിരുന്നില്ല. അദ്ദേഹത്തിന് BJPയുടെ ചുമതലയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ടുള്ള ആളുമല്ല. BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക ജനാധിപത്യ രീതിയിൽ ഏറ്റവും മാതൃകാപരമായിട്ടാണ് തയ്യാറാക്കുന്നത്. ആത്മഹത്യ വ്യക്തിപരമാണെന്നും മാനസിക വിഭ്രാന്തിയെ തുടർന്നാണ് ഇത്തരം സംഭവങ്ങളെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ആനന്ദിന്റെ ആത്മഹത്യയിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും തന്റെ മനസ്സ് അവരുടെ കുടുംബത്തിനോടൊപ്പമാണെന്നും ശശി തരൂർ MP പ്രതികരിച്ചു. വെറുതെ ഇനി ദുഃഖ വാർത്ത എനിക്ക് എന്റെ ഹൃദയം എന്റെ മനസ്സും ആ കുടുംബത്തിനെ കുറിച്ചാണ്. അവര് എന്തായിരിക്കും ഒരു യുവ ഇങ്ങനെ അന്തരിച്ചു പോയ ശേഷം അവര് വേദന നമുക്ക് വിചാരിക്കാൻ സാധിക്കും. അതിൽ ഞാൻ രാഷ്ട്രീയം കളിക്കുന്നില്ല. അതേസമയം ആനന്ദിന്റെ ആത്മഹത്യയിൽ BJPയെ വിമർശിച്ച് CPM-ഉം കോൺഗ്രസും രംഗത്തെത്തി. സ്വന്തം പ്രവർത്തകരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന പാർട്ടിയായി BJP മാറിയെന്ന് V. ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. BJP RSS പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെയും നേതാക്കളുടെയും ജീവന് തന്നെ ഭീഷണിയാകുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ആനന്ദിന്റെ ആത്മഹത്യ ഗൗരവമുള്ള വിഷയമാണ് എന്നും പരാതി പറയാൻ വയ്യാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നും K. മുരളീധരനും പ്രതികരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആനന്ദ് കെ തമ്പിയുടെ മൃതദേഹം സംസ്കരിച്ചു. തിരുവനന്തപുരം പുത്തൻകോട്ട ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഇരുമല ജയനഗർ വീട്ടിൽ പ്രിയ സുഹൃത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ 100 കണക്കിന് പേർ എത്തി. കഴിഞ്ഞ ദിവസമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃക്കണ്ണാപുരത്ത് സീറ്റ് നൽകാത്തതിൽ മനം നൊന്ത് ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തത്. വീട്ടിലെ ഷെഡിൽ മരിച്ച നിലയിൽ ആനന്ദിനെ കണ്ടെത്തുകയായിരുന്നു. 16-ാമത്തെ വയസ്സു മുതൽ പാർട്ടി പ്രവർത്തകനായിരുന്നിട്ട് കൂടി സ്ഥാനാർത്ഥിയായി ആനന്ദിനെ പരിഗണിക്കാതെ പാർട്ടി നേതൃത്വം തൃക്കണ്ണാപുരത്ത് മണ്ണ് മാഫിയ ബന്ധമുള്ളയാളെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുകയായിരുന്നുവെന്ന് ആനന്ദ് സുഹൃത്തുക്കൾക്കയച്ച വാട്സപ്പ് സന്ദേശത്തിൽ ആരോപിക്കുന്നുണ്ട്.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ആനന്ദിന്റെ ഭൗതിക ശരീരം തിരുമല ജയനഗറിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. 100 കണക്കിന് പേരാണ് പ്രിയ സുഹൃത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. BJP ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ, കോൺഗ്രസ് നേതാവ് KS ശബരിനാഥൻ എന്നിവരും അന്തിമോപചാരം അർപ്പിക്കാനെത്തി. പൊതുദർശനത്തിനു ശേഷം ആനന്ദിന്റെ മൃതദേഹം പുത്തൻകോട്ട ശ്മശാനത്തിൽ സംസ്കരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. BJPയെ പ്രതിസന്ധിയിലാക്കുകയാണ് ചില നേതാക്കൾ. അതിലൊന്നായിരുന്നു ഈ ആനന്ദിന്റെ ആത്മഹത്യ. ഇതിന് പിന്നാലെ നേതൃത്വത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി ചില പ്രാദേശിക നേതാക്കളുടെ ആത്മഹത്യാ ശ്രമം കൂടി ഉണ്ടാവുകയാണ്. തൃക്കണ്ണാപുരത്ത് ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തതിന് പിന്നാലെയാണ് നെടുമങ്ങാട് BJP നേതാവ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. മഹിളാ മോർച്ച നോർത്ത് ജില്ലാ സെക്രട്ടറി ശാലിനി സനിലാണ് RSS പ്രവർത്തകർ വ്യക്തിഹത്യ നടത്തിയെന്നാരോപിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തന്നെ മത്സരിപ്പിക്കരുതെന്ന് BJP നേതാക്കളിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടാക്കിയെന്നും ശാലിനി ആരോപിച്ചു. അതേസമയം ശാലിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് സംഘടനാ പ്രശ്നങ്ങളെ തുടർന്നല്ലെന്നും വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നത്തെ തുടർന്നാണെന്നും BJP പ്രാദേശിക നേതൃത്വം പറയുന്നു. ശാലിനി സ്ഥാനാർത്ഥി പട്ടികയിൽ ഉള്ള വ്യക്തിയാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് വ്യക്തമാക്കി. പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രവർത്തകയാണെന്നും വ്യക്തിഹത്യ നടന്നു എന്നുള്ള ആരോപണമുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും S സുരേഷ് പറഞ്ഞു. ശാലിനി ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആളാണ്. ആ സ്ഥാനാർത്ഥികളുടെ പാനലിലുള്ള ആളാണ്. അത് അവിടുത്തെ പാർട്ടി അത് എന്തുകൊണ്ടാണ് ശാലിനി ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പ്രവർത്തകയാണ്. ശാലിനി ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. അതും ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, ഒമർ നബിയുടെ സഹായി അമീർ റഷീദ് അലിയാണ് NIA പിടിയിലായത്. പൊട്ടിത്തെറിച്ച കാർ അമീർ റഷീദിന്റെ പേരിലാണ് എന്നതാണ് പ്രധാനം. ഒമർ നബി ചാവേറാണെന്നും NIA സ്ഥിരീകരിക്കുന്നുണ്ട്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 6 സംസ്ഥാനങ്ങളിൽ പരിശോധനയും തുടരുകയാണ്. ഇതോടൊപ്പം ഹരിയാന സ്വദേശിയായ ഒരു വനിതാ ഡോക്ടറെ കൂടി NIA കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചെങ്കോട്ട സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാണ്. ഡൽഹി, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്, ജമ്മു കശ്മീർ, ഹരിയാന സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും NIAയുടെ പരിശോധന. ഭീകരവാദ ശൃംഖലയ്ക്ക് സഹായം നൽകുന്നവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് NIA. കസ്റ്റഡിയിലുള്ള ഭീകരരെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഉമർ നബിയുടെ സഹായി അമീർ റഷീദ് അലിയെയാണ് NIA സംഘം അറസ്റ്റ് ചെയ്തത്. ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ച I-20 കാർ വാങ്ങിയത് ഇയാളുടെ പേരിലാണെന്ന് NIA വ്യക്തമാക്കി. ജമ്മു കാശ്മീരിലെ പാമ്പോറിലെ സബൂറ സ്വദേശിയാണ് അമീർ എന്നും ഉമർ നബിയുമായി ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തിയെന്നും NIA അറിയിച്ചു. കേസിലെ ആദ്യ ഔദ്യോഗിക പ്രതികരണമാണ് NIA നടത്തിയത്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുകയാണെന്നും അന്വേഷണ സംഘം അറിയിച്ചു. പിടിയിലായവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു വനിതാ ഡോക്ടറെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കശ്മീരിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിനി ഡോക്ടർ പ്രിയങ്ക ശർമ്മയെയാണ് കസ്റ്റഡിയിലെടുത്തത്. കശ്മീർ സ്വദേശികളായ 200ഓളം മെഡിക്കൽ വിദ്യാർത്ഥികളും ഡോക്ടർമാരും നിരീക്ഷണത്തിലാണ്. ഹരിയാനയിൽ അമോണിയം നൈട്രേറ്റ് പ്രതികൾക്ക് കൈമാറിയ കടകളിലും പരിശോധന നടത്തി. ഇവിടെ 2 പേർ പിടിയിലായെന്നാണ് റിപ്പോർട്ട്. എന്നാൽ സ്ഫോടനത്തിൽ പങ്കുണ്ടെന്നാരോപിച്ച് NIA കസ്റ്റഡിയിലെടുത്ത 3 ഡോക്ടർമാരടക്കം 4 പേരെ NIA വിട്ടയച്ചു. ഹരിയാനയിലെ നൂഹിൽ നിന്നും കസ്റ്റഡിയിലെടുത്തവരെയാണ് വിട്ടയച്ചത്. ഉമർ നബി ബോംബ് നിർമ്മാണ വിദഗ്ധനെന്നും ബോംബ് നിർമ്മാണത്തിനായി ലാബ് ഉണ്ടാക്കിയെന്നും അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു. സ്ഫോടനത്തെ തുടർന്ന് അടച്ച ചെങ്കോട്ട നാളെ സന്ദർശകർക്കായി തുറന്നുകൊടുക്കും. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരിക്കും പ്രവേശനമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട തുറന്നു. ക്ഷേത്രത്തിലെ നെയ്വിളക്കിൽ നിന്നുള്ള നാളവുമായി നിലവിലെ മേൽശാന്തിമാരായ അരുൺകുമാർ നമ്പൂതിരി 18ാം പടി ഇറങ്ങി ആഴിയിലേക്ക് അഗ്നി പകർന്നു. നിയുക്ത മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി, മാളികപ്പുറം മേൽശാന്തി മനു നമ്പൂതിരി എന്നിവർ അരുൺകുമാർ നമ്പൂതിരിയുടെ കൈപിടിച്ച് 18ാം പടി ചവിട്ടി സന്നിധാനത്തെത്തി. തുടർന്ന് ഇരുവരുടെയും മേൽശാന്തിമാരായുള്ള അഭിഷേകം ശബരിമല മാളികപ്പുറം സോപാനത്തിങ്കൽ നടന്നു. ഏതായാലും ഒരു മണ്ഡലകാലത്തിനു കൂടി തുടക്കമാവുകയാണ്. രജിത് കുമാറുണ്ട് ശബരിമലയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ. രജിത്, ഒരു മണ്ഡലകാലത്തിനു കൂടി തുടക്കമായിരിക്കുന്നു. എല്ലാ സൗകര്യങ്ങളും ഭക്തർക്കൊരുക്കാനായി ദേവസ്വം ബോർഡും ഒപ്പം സംസ്ഥാന സർക്കാരും ആവശ്യമായ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പുതിയ ഭരണസമിതി കൂടി ചുമതലയേറ്റതിന് ശേഷം നടക്കുന്ന ഒരു മണ്ഡലകാലമായതുകൊണ്ട് തന്നെ ക്രമീകരണങ്ങളൊക്കെ എത്രത്തോളമാണ്?
ശബരിമലയിൽ വീണ്ടും അയ്യപ്പ മുഖരിതമാകുന്നു എന്നതാണ്, ശരണമുഖരിതമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വൈകിട്ട് 5 മണിയോടെ ശബരിമല നട തുറന്നതോടുകൂടിയാണ് ശബരിമലയിൽ അയ്യപ്പ ഭക്തരെ കൊണ്ട് വീണ്ടും ശരണമുഖരിതമാകുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, നിരവധി അയ്യപ്പ ഭക്തരാണ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് ശബരിമലയിൽ ദർശനത്തിനായി എത്തിയിട്ടുള്ളത്. പ്രധാനമായും വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തുകൊണ്ടാണ് അയ്യപ്പ ഭക്തരൊക്കെയും ഇന്ന് ശബരിമലയിലേക്ക് ദർശനത്തിന് എത്തിയിരിക്കുന്നത്. വൈകിട്ടോടുകൂടി തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിലാണ് മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നത്. തുടർന്ന് അയ്യപ്പ ഭക്തരുടെ സാന്നിധ്യം ഭഗവാനെ അറിയിക്കുകയും ഭഗവാനെ യോഗനിദ്രയിൽ നിന്ന് ഉണർത്തുകയും ചെയ്തു. തുടർന്ന് ഭസ്മഭൂഷിതനായിരുന്ന അയ്യപ്പനെ യോഗനിദ്രയിൽ നിന്നും ഉണർത്തിയ ശേഷമാണ് ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമൊരുക്കിയത്. തുടർന്ന് അവിടെ നിന്നും മേൽശാന്തി ഈ ആഴിയുടെ സമീപത്തേക്കെത്തി ആഴി ജ്വലിപ്പിക്കുകയും തുടർന്ന് നിയുക്ത മേൽശാന്തിമാരെ അവിടെ 18-ാം പടിക്ക് താഴെ കാത്തുനിന്ന നിയുക്ത മേൽശാന്തിമാരെ ശബരിമല മേൽശാന്തിയും അതുപോലെ തന്നെ മാളികപ്പുറം മേൽശാന്തിമാരും പ്രസാദ് നമ്പൂതിരിയെയും അതുപോലെ തന്നെ മനു നമ്പൂതിരിയെയും കൈപിടിച്ച് 18-ാം പടി ചവിട്ടി ക്ഷേത്ര നടയ്ക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നു. തുടർന്നാണ് 6:30യോടുകൂടി ഇവരുടെ അഭിഷേക ചടങ്ങുകൾക്ക് തുടക്കമായത്. ആദ്യം ശബരിമല മേൽശാന്തിയായി പുതിയതായി ചുമതലയേൽക്കുന്ന പ്രസാദ് നമ്പൂതിരിയുടെ അഭിഷേക ചടങ്ങുകളാണ് സോപാനത്തിന് സമീപം നടന്നത്. തന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം തുടർന്ന് മാളികപ്പുറം മേൽശാന്തിയായി പുതിയതായി ചുമതലയേൽക്കുന്ന മനു നമ്പൂതിരിയുടെ അഭിഷേക ചടങ്ങുകളും മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപം സോപാനത്തിന് സമീപം നടന്നു. തുടർന്ന് ഇരുവരെയും കൈപിടിച്ച് ക്ഷേത്ര ശ്രീകോവിലിനുള്ളിലേക്ക് തന്ത്രി കൊണ്ടുപോവുകയും മൂലമന്ത്രം ഉപദേശിച്ച് നൽകുകയുമായിരുന്നു. നാളെ മുതൽ വൃശ്ചിക പുലരി മുതൽ ഇവരാണ് ക്ഷേത്ര നട തുറന്ന് ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇന്ന് പൂജ പൂർത്തിയാക്കുന്ന, ഒരു വർഷത്തെ പൂജ പൂർത്തിയാക്കുന്ന അരുൺകുമാർ നമ്പൂതിരിയും അതുപോലെ തന്നെ വാസുദേവൻ നമ്പൂതിരിയും. അരുൺകുമാർ നമ്പൂതിരി ശബരിമലയിൽ ഒരു വർഷത്തെ പുറപ്പെടാൻ മേൽശാന്തിയും അതുപോലെ തന്നെ വാസുദേവൻ നമ്പൂതിരി മാളികപ്പുറത്തെ ഒരു വർഷത്തെ പുറപ്പെടാൻ മേൽശാന്തിയുമായിരുന്നു. അവരുടെ പൂജാ കാര്യങ്ങൾ ഇന്നുകൊണ്ട് സമാപിക്കുകയാണ്. ആ പൂജാ കാര്യങ്ങൾക്ക് ശേഷം ഇന്ന് അവർ 11 മണിയോടെ ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുന്നതോടുകൂടി ശബരിമല നടയും അതുപോലെ തന്നെ മാളികപ്പുറം നടയും അടച്ചതിന് ശേഷം അവർ 18-ാം പടി ഇറങ്ങി അവരുടെ വീടുകളിലേക്ക് യാത്രയാക്കുകയാണ്. നാളെ വൃശ്ചിക പുലരിയിൽ നാളെ മുതൽ പുതിയ മേൽശാന്തിമാരാണ് ശബരിമല നടയും അതുപോലെ തന്നെ മാളികപ്പുറം നടയും തുറക്കുന്നത്. ശരി, ഇനി ശബരിപാതകൾ എല്ലാം ശരണമന്ത്രമുഖരിതമായി മുന്നോട്ട് പോവുകയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഭക്തർക്കായുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒപ്പം തന്നെ സർക്കാരും ഒക്കെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. രജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിലുള്ള മേൽശാന്തിമാർ ഇന്ന് മലയിറങ്ങുകയാണ്. പുതിയ മേൽശാന്തിമാരാണ് നാളെ മുതൽ പൂജാകാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ശബരിമലയിലെ ഒരു വർഷത്തെ അയ്യപ്പ പൂജ വളരെ പുണ്യമായി കരുതുന്നുവെന്ന് സ്ഥാനമൊഴിയുന്ന ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി. അയ്യപ്പൻ ചെറുപ്പം മുതൽ എപ്പോഴും സുഹൃത്തിനെ പോലെ തന്നോടൊപ്പം ഉണ്ടെന്നും അരുൺകുമാർ നമ്പൂതിരി അമൃത ന്യൂസിനോട് പറഞ്ഞു. ഒരു വർഷത്തെ അയ്യപ്പ പൂജ പൂർത്തീകരിച്ച് അരുൺകുമാർ നമ്പൂതിരി ഇന്ന് പടിയിറങ്ങുകയാണ്. പുറപ്പെടാൻ മേൽശാന്തിയായിരുന്ന അരുൺകുമാർ നമ്പൂതിരി എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. നമസ്തേ, സ്വാമി ശരണം. ഒരു വർഷത്തെ നിയോഗം പൂർത്തീകരിച്ച് പടിയിറങ്ങുകയാണ്. എന്താണ് ഈ അവസരത്തിൽ എന്താണ് മനസ്സിലൂടെ പോകുന്നത്? വളരെ സന്തോഷമാണ്. നമ്മുടെ ജന്മജന്മാന്തരമായിട്ടുള്ള പുണ്യം കൊണ്ടാണ് നമുക്ക് ഈ ഒരു പദം ലഭിച്ചത്. നമ്മുടെ ഗുരുനാഥന്മാരുടെയും ഭരദേവതയുടെയും അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു പദത്തിലെത്താൻ കഴിഞ്ഞത്. ഇതിൽ പരം ഒരു യേശുദാസിൻ്റെ ഒരു പാട്ടുണ്ട്, നമുക്കിതിൽ പരം ഒരു ജന്മപുണ്യം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അതിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് ഏറ്റവും ഒരു വലിയ പുണ്യമായിട്ടാണ് കരുതുന്നത്. ഭഗവാനെ ഒരു വർഷം പൂജിക്കാൻ കിട്ടിയ അവസരം വളരെ പുണ്യമായിട്ടാണ് കരുതുന്നത്. അപ്പം തന്നെയാണ് ഓരോ ഭക്തരും ഓരോരോ വിഷമങ്ങളിലൂടെയാണ് ഇവിടേക്ക് ഒരാശ്വാസത്തിന് ഭഗവാനെ കാണാനായി എത്തുന്നു, അവരെ അർപ്പിച്ച് മടങ്ങുന്നു. അങ്ങേക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടോ ഈ ഒരു വർഷക്കാലം വന്നിട്ടുള്ള? ഇവിടെ ഒരു കുഞ്ഞ്, സംസാരിക്കാത്തൊരു കുഞ്ഞ് ഇവിടെ തൊഴാൻ വന്നായിരുന്നു. തമിഴ്നാട്ടുകാരാണ്. അവരിവിടെ വന്ന് ഇങ്ങനെ എൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞ ഭഗവാനെ നിങ്ങൾ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കൂ. നമ്മൾ ഭഗവാന് മൂടിയ ഭസ്മം കൊടുത്ത് അത് കുഞ്ഞിൻ്റെ നാവിലിട്ട് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. മന്ത്രയന്ത്ര ഔഷധം എന്നാണല്ലോ നമ്മൾ പറയുന്നത്.
അന്നേരം നമ്മുടെ പ്രാർത്ഥനയുടെ കൂടെ തന്നെ അതിൻ്റെ ചികിത്സയും കൂടെ ചെയ്യുമ്പം അതിൻ്റെ ഒരു ഫലം കിട്ടും എന്ന് നമുക്ക് കുറച്ച് വിശ്വാസമുണ്ട്. അത് അവരെ പറഞ്ഞ് ധരിപ്പിച്ചു. അവരതുപോലെ ചെയ്ത് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ഇവിടെ വന്നു. ആ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി എന്നൊരു അനുഭവം നമുക്ക് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും പ്രധാനം ആദ്യമായി ഇവിടേക്ക് വന്ന ഒരു സമയമുണ്ടായിരുന്നു. അയ്യനെയും മാളികപ്പുറത്ത് അമ്മയെയും 1 വർഷക്കാലം 2 നേരം തൊഴാൻ കഴിഞ്ഞത് ഏറെ ഭാഗ്യമെന്ന് സ്ഥാനമൊഴിയുന്ന മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി. ആചാരാനുഷ്ഠാനം പാലിച്ച് ശബരിമല ചവിട്ടാൻ ഭക്തർ തയ്യാറാകണമെന്നും അദ്ദേഹം അമൃത വാർത്തയോട് പറഞ്ഞു. ശബരിമല മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം ഇന്ന് ശബരിമലയിലെ പുറപ്പെടാൻ മേൽശാന്തിയായി 1 വർഷം പൂർത്തീകരിച്ച് ഇന്ന് മലയിറങ്ങുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം നമുക്ക് അല്പനേരം സംസാരിക്കാം. നമസ്തേ. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? 1 വർഷത്തെ ശബരിമലയിലും ഒപ്പം തന്നെ മാളികപ്പുറത്തുമായി സേവനം അനുഷ്ഠിച്ചതിന് ശേഷം എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഒരു പുരുഷായുസിൽ കിട്ടുന്ന ഒരേ ഒരു അവസരമാണ് ശബരിമലയോ മാളികപ്പുറത്തോ പൂജ വയ്ക്കുക എന്നുള്ളത്. അതിൽ അയ്യപ്പനും മാളികപ്പുറത്തമ്മ ഇവിടെ എത്തിച്ചു. എല്ലാ ഗുരുകാരണന്മാരെല്ലാവരും ഇവിടെ എത്തിച്ചു വന്നു. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ പ്രയാസമാണ്. കാരണം നമ്മളിവിടുന്ന് 1 വർഷക്കാലം തത്വമസീൻ്റെ അടിസ്ഥാനം പോലെ തന്നെ അത് നീ തന്നെ ആകുമെന്ന് പറഞ്ഞ പോലെ നമ്മളിവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ആരും ഉണ്ടാവില്ല ഇവിടെ. നമ്മൾ 1-2 പേര് മാത്രം. പിന്നെ മുടങ്ങാതെ 360 ദിവസം രാവിലെയും വൈകിട്ടും തൊഴാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മഹാഭാഗ്യം. ഒരു മിന്നായം പോലെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഭക്തന്മാർ. അതേ സ്ഥാനത്ത് നമ്മൾക്ക് മേശാന്തിമാർക്ക് 2 നേരം അയ്യപ്പനെ നട അടച്ചാലും പോയി തൊഴാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം. പിന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം യാതൊരു വിഷാംശങ്ങളൊന്നുമില്ലാതെ നല്ല പ്രകൃതിൻ്റെ എല്ലാത്തിലും ജീവിക്കാൻ പറ്റുക. പിന്നെ ഒരു സന്യാസ ജീവിതമാണ്. ഇപ്പോഴും അതുതന്നെയാണ് ഇവിടെ വരുന്ന ആളുകൾ. അവരും വ്രതശുദ്ധിയോടുകൂടി വരുന്ന ആളുകളാണ്. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ എപ്പോഴും അങ്ങയോട് പങ്കുവയ്ക്കാറുണ്ട്. അത് അവർക്കൊരു ആശ്വാസമായിട്ടും തോന്നിയിട്ടുണ്ട്. ഏറ്റവും വലിയൊരു അനുഭവം ഇവിടെ വന്നതിന് ശേഷം അങ്ങേക്ക് എടുത്ത് പറയാൻ കഴിയും? അതെ, അത് ഈ അനുഭവം ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ മനസ്സിൽ നിന്ന് മായാത്ത അനുഭവം കിടക്കുന്ന എൻ്റെ പ്രായമില്ല അങ്ങനത്തെ ഒരാളാണ്. കരഞ്ഞ് വന്നിട്ട് അനിയൻ്റെ മകന് സുഖമില്ല, ഒരു ആൺകുട്ടിയാണ്, 4 വയസ്സായി എന്നുള്ള ഇത് പറഞ്ഞ സമയത്ത് എന്താ ചോദിച്ചാൽ പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസറാണ് കുട്ടിക്കെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ മുൻ മേൽശാന്തിമാരെ ഇൻ്റർവ്യൂവിൽ ഇതേപോലെ പറയുന്നത് കേട്ട അനുഭവം എനിക്കുള്ളൂ. അയ്യപ്പനെ മൂടുന്ന ഭസ്മം അല്ലെങ്കിൽ മാളികപ്പുറത്തമ്മയെ മൂടുന്ന ഭസ്മം 2ഉം കൂടെ കഴിച്ചാൽ ക്യാൻസർ വരെ മാറ്റും എന്ന് പഴയൊരു മേൽശാന്തിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്. അത് പ്രകാരം ഞാനത് പറഞ്ഞു. മൂട് ഭസ്മവും മൂട് മഞ്ഞപ്പൊടിയും കൊടുത്തു. കുറച്ച് കൂടുതൽ മൂട് ഭസ്മം കൊടുക്കാൻ ഞാൻ ശബരിമല മേൽശാന്തിയെ വിളിച്ച് പറഞ്ഞു. അദ്ദേഹം കൊടുത്തു. പക്ഷേ 2-3 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് കരഞ്ഞുകൊണ്ടാണ് വന്നത്. എൻ്റെ കാൽക്കൽ വീഴുക ചെയ്തത്. തിരുമേനി പറഞ്ഞ ആ ഭസ്മം കൊടുത്ത് കുട്ടിക്ക് ഇപ്പോൾ നെഗറ്റീവാണ്. 2-3 മാസമായിട്ട് ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് തീരെ മാറുമെന്ന് പറഞ്ഞു. അത് നമുക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മളെ വിഷമമൊക്കെ എല്ലാം മറക്കുക. നമ്മളെ നാട്ടിൽ നിന്ന് പോരുമ്പോൾ നമ്മൾ മാനസിക പ്രയാസത്തോടെ വരിക, കുടുംബത്തെ വിട്ടു നിൽക്കുക. പക്ഷെ ഇവിടെ എത്തിക്കാൻ നമ്മളെ പ്രയാസമൊന്നുമല്ല. ഏതായാലും ശബരിമലയിൽ ഇനിയൊരു ഉത്സവകാലം പോലെയാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം. അതേസമയം നിരവധി പ്രശ്നങ്ങളും കേസുകളുമൊക്കെ ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടും വാതിലുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ തെളിവ് ശേഖരണത്തിന് പ്രത്യേക സംഘം ഇന്ന് ശബരിമല സന്നിധാനത്തെത്തി. SP ശശിധരനും സംഘവുമാണ് സന്നിധാനത്ത് പരിശോധനയ്ക്കായി എത്തിയത്. ശ്രീകോവിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പം എന്നിവിടങ്ങളിൽ നിന്നും സ്വർണ്ണ സാമ്പിൾ ശേഖരിക്കും. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് സാമ്പിൾ ശേഖരണം. ഒപ്പം 1998 UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ ഭാഗത്തു നിന്ന് സാമ്പിൾ ശേഖരണം നടത്തും. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവും ഗുണവും പരിശോധിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. നിലവിൽ അറസ്റ്റിലുള്ള പ്രതികളിൽ നിന്നും ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനാണ് പ്രത്യേക സംഘത്തിന്റെ ശ്രമം. ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഭക്തർക്കായി ആവശ്യമായ സൗകര്യങ്ങൾ വിവിധ ജില്ലാ ഭരണകൂടം ഒപ്പം സംസ്ഥാന സർക്കാരും ഒക്കെ ഒരുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ സത്രം കാനനപാതയിലൂടെ എത്തുന്ന അയ്യപ്പ ഭക്തരുടെ യാത്ര സുഗമമാക്കാൻ എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശ് ചെറുവാട്ട് പറഞ്ഞു. ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി സത്രം പുല്ലുമേട് കാനനപാതയിലെ മുന്നൊരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തുകയായിരുന്നു. വിവിധ വകുപ്പുകൾ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങളും വിലയിരുത്തി.
വണ്ടിപ്പെരിയാർ സത്രം പുല്ലുമേട് കാനനപാതയിൽ വിവിധ വകുപ്പുകൾ നടത്തേണ്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. വൃശ്ചികം 1 മുതൽ തീർത്ഥാടകരെ കാനനപാതയിലൂടെ സന്നിധാനത്തിലേക്ക് കടത്തിവിട്ടു തുടങ്ങും. ഇപ്പോൾ തന്നെ അയ്യപ്പ ഭക്തർ സത്രത്തിലെത്തി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ തീർത്ഥാടകരെ കാനനപാതയിലൂടെ സന്നിധാനത്തിലേക്ക് കടത്തിവിടും. തീർത്ഥാടകർക്ക് യാതൊരു പ്രയാസവുമില്ലാതെ കാനനപാത വഴി സന്നിധാനത്തിലേക്ക് എത്തുന്നതിന് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ മകരജ്യോതി ദിവസം ഇവിടെ പുൽമേടിൽ മകരജ്യോതി കണ്ട് ഉടനെ ചില ഭക്തർ സന്നിധാനത്തേക്ക് രാത്രി തന്നെ കാനനപാത ഉപയോഗിച്ച് പോകാനുള്ള ചില പ്രവണതകൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് കേട്ടു. പക്ഷേ അതൊരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. രാത്രിയിലുള്ള കാനനപാതയിലൂടെ യാത്ര അനുവദിക്കുന്നതല്ല. അവർ തിരിച്ച് സത്രം പോയി, സത്രത്തിൽ നിന്ന് അവരുടെ വണ്ടി പമ്പയിൽ പോയി അങ്ങനെ യാത്ര ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. രാത്രിയിൽ കാനനപാത വഴി സന്നിധാനത്തിലേക്കുള്ള യാത്ര അനുവദിക്കില്ല. മുൻവർഷങ്ങളിൽ മകരജ്യോതി ദർശിച്ച ശേഷം ഭക്തർ കാനനപാത ഉപയോഗിച്ച് സന്നിധാനത്തിലേക്ക് പോകാൻ ശ്രമം നടത്തിയിരുന്നു. ഇത് ഈ വർഷം ഒരു കാരണവശാലും അനുവദിക്കില്ല. തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി. ദേവരഥ സംഗമവേദിയായി കൽപ്പാത്തി അഗ്രഹാരത്തിലെ തേരുമുട്ടി. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിനു മുന്നിലാണ് ദേവരഥ സംഗമം നടന്നത്. 3 ദിവസം അഗ്രഹാരവീഥികൾക്ക് പുണ്യമായി പ്രയാണം നടത്തിയ ശേഷമായിരുന്നു ദേവരഥ സംഗമം. ദേവരഥ സംഗമവേളയിൽ എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. രഥസംഗമത്തിന് ശേഷം നാളെ രാവിലെ 2:30 എഴുന്നള്ളത്ത് നടക്കും. തുടർന്ന് രാവിലെ 9 മണിക്ക് 4 അഗ്രഹാര ക്ഷേത്രങ്ങളിലും ധ്വജാവരോഹണം നടക്കുന്നതോടെ ഈ വർഷത്തെ രഥോത്സവം കൊടിയിറങ്ങും.